നമസ്കാരം. നമ്മുടെ 33ാമത് മലപ്പുറം ജില്ലാ കലോത്സവം ഇന്നിവിടെ അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി തിരൂരിലെ ജനങ്ങൾക്ക് വലിയൊരു ഉത്സവം തന്നെയാണ് ഈ ജില്ലാ കലോത്സവം നൽകിയത്. ഇന്ന് കേരള വിഷൻ്റെ TCVയുടെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പ്രശസ്ത ഒരു സിനിമാ നടൻ മക്ബൂൽ സൽമാനാണ്. സിദ്ദീഖ് കൊടിയത്തൂർ സംവിധാനം ചെയ്യുന്ന ആകാശവും കടന്ന് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ അടുത്ത് മംഗലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കലാപ്രതിഭകളുടെ മത്സരം കാണുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ ഇപ്പോൾ തിരൂര് ആദ്യമായിട്ടാണോ വരുന്നത്? തിരൂര് എനിക്ക് ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇതിലൂടെ ട്രാവലൊക്കെ ചെയ്യാറുണ്ട്. വന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ആകാശവും കടന്ന് എന്ന സിനിമയ്ക്ക് വേണ്ടി. സിദ്ദീഖ് കൊടിയത്തൂർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ സംരംഭമാണ്. അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് തിരൂർ വന്നത്. നമുക്ക് സിദ്ദീഖ് കൊടിയത്തൂർ എന്ന് പറയുമ്പോൾ ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ലീഗ് ബീരാൻ എന്നൊക്കെ പറയുന്ന ഹോം സിനിമകളിലൂടെ പ്രശസ്തനായ ഒരു അഭിനേതാവാണ് സിദ്ദീഖ് കൊടിയത്തൂർ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ ആകാശവും കടന്ന് എന്ന സിനിമയുടെ ഒരു പ്രധാന ഭാഗമാണ് മക്ബൂൽ സൽമാൻ. ഈ തിരൂർ വന്നപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുമായി പരിചയപ്പെട്ടപ്പോൾ എന്ത് തോന്നി? എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ മലബാർ സൈഡിലോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ കിട്ടുന്നൊരു സ്നേഹവും ഇവിടെ കിട്ടുന്നൊരു സ്വീകരണവും പിന്നെ ഇവിടുത്തെ ഭക്ഷണവും ഒക്കെ എന്നും പ്രിയപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടി ഭയങ്കര നല്ലൊരു സമയത്താണ് ഞാൻ തിരൂർ എത്തിയിരിക്കുന്നത്. കാരണം ഒരു സൈഡിൽ കലോത്സവം നടക്കുന്നുണ്ട്, വേറൊരു സൈഡിൽ ഫുട്ബോളിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ രണ്ടിൻ്റെ ഒരു മിക്സ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം ഭയങ്കര രസമുള്ളൊരു സമയമാണ്. തിരൂര് നമ്മൾ ഈ ഏറ്റവും വലിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലാ കലോത്സവമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഏകദേശം 17ഓളം സബ് ജില്ലകളാണ് ഇതിനകത്ത് മത്സരിക്കുന്നത്. അപ്പോൾ ഈ കലാപ്രകടനങ്ങൾ കണ്ടിരുന്നോ? ചിലത് കണ്ടിരുന്നു. നമ്മൾ പിന്നെ ഈ കലോത്സവങ്ങൾ കാണുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ട്? അല്ല, കലോത്സവം എന്നുള്ളൊരു ഫീൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഞാനിവിടെ വന്ന അന്ന് മുതൽ ഞാൻ കലോത്സവത്തിനെ കുറിച്ചും കലോത്സവത്തിൻ്റെ ഒരു ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് പലരിൽ നിന്നും. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് പോയി കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചും കൂടി ഇൻ്റർ സ്കൂൾ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഇൻ്റർ കോളേജിയേറ്റ് പരിപാടികളൊക്കെ ആയിരുന്നു കോളേജും സ്കൂളിലൊക്കെ. അപ്പോൾ എനിക്കൊരു പ്രോപ്പർ എന്താ പറയുക, നമ്മൾ പറയുന്ന ഒരു തനതായ ഒരു കലോത്സവത്തിൻ്റെ പ്രതീതി എന്താണ്, അതിൻ്റെ ഒരു ഫീൽ എന്താണെന്നൊന്നും അടുത്തറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും അടുത്ത് ഷൂട്ടിലുണ്ട്, അപ്പോൾ ഇത് തൊട്ടടുത്ത് കലോത്സവം നടക്കുന്നുണ്ട്. കലോത്സവം എന്നും ഞാനിതിലെ കൂടി പാസ് ചെയ്യുമ്പോൾ എന്നും തിരക്കും ഇവിടുത്തെ ഇതൊക്കെ കേൾക്കാം. അപ്പോൾ ഒരു ദിവസം വരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ്. നമ്മളെ ഈ പിന്നെ കലോത്സവ വേദികളിൽ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ 16 വേദികളിലായിട്ട് മത്സരം നടക്കുന്നുണ്ട്. ഈ ഫേവറേറ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇനം ഏതാണ് ഇതിലൊക്കെ ഈ നടക്കുന്നതിൽ? എനിക്ക് നമ്മളിപ്പോൾ കലയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടമാണ്. ലൈക്ക് ഇപ്പോൾ അത് ഭരതനാട്യം ആയാലും മോഹിനിയാട്ടം ആയാലും മോണോ ആക്ട്സ് ആയാലും എല്ലാം ഇഷ്ടമാണ്. എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ഈ പടത്തിൻ്റെ പേര് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം ആകാശവും കടന്നാണ്. ആ സിനിമയെക്കുറിച്ചൊന്ന് പറയാമോ? ആകാശവും കടന്ന് സിദ്ദീഖ് കൊടിയത്തൂർ, ആദ്യം പറഞ്ഞ പോലെ സിദ്ദീഖ് കൊടിയത്തൂർ സാർ രചന ചെയ്ത് എഴുതി സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനം അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഭയങ്കര സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് പലയിടത്തും കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ സിനിമ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിദ്ദീഖ് കൊടിയത്തൂർ സാർ അദ്ദേഹത്തിൻ്റെ ഈ ലീഗ് ബീരാൻ പോലുള്ള ഹോം സിനിമകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ബിഗ് ക്യാൻവാസ് രൂപമായിരിക്കും ആകാശം കടന്ന്. ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഒരു എന്താ പറയുക, ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ തിരൂരായതുകൊണ്ടും തിരൂരിൻ്റെ ഒരു എന്താ പറയുക, എല്ലാവരും അവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ സഹകരണമൊക്കെ ഉള്ളതുകൊണ്ടും ഭയങ്കര. തീർച്ചയായിട്ടും നമുക്ക് ദുൽഖർ സൽമാൻ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ മക്ബൂൽ സൽമാൻ ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് വേൾഡ് കപ്പിനെ കുറിച്ച് മലപ്പുറത്തെ ആളുകൾക്ക് എന്തായാലും കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ട ടീം, കളിക്കാരൻ, അങ്ങനെ തുടങ്ങി. ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? അർജൻറ്റീന. മെസ്സി തന്നെ അപ്പോൾ കളിക്കാൻ? അതെ. ഈ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റപ്പോൾ
എന്തായിരുന്നു തോന്നിയത്? അല്ല നമുക്ക് ഇഷ്ടമുള്ളൊരു ടീം തോറ്റു കഴിയുമ്പോൾ നമ്മുടേതായ ന്യായീകരണങ്ങളുണ്ടാവുമല്ലോ എപ്പോഴും. അപ്പോൾ നമ്മളിങ്ങനെ പണ്ട് ഇതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടായതാണ്, ആദ്യത്തെ കളി തോറ്റാണ്, പിന്നെ കയറി വന്നതാണ് എന്ന് പറഞ്ഞ് സമാധാനിച്ചുകൊണ്ട്. പക്ഷേ പിന്നെയുള്ള 2 കളികൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അതും അത്യാവശ്യം വലിയ ടീമുകളുടെ, സൗദിനെക്കാളും വലിയ ടീമുകളുടെ ഒപ്പം കളിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ ട്രോളുകൾ സാധാരണ അതിൽ 11 കളിക്കാർ അല്ലെങ്കിൽ റിസർവ് അടക്കമുള്ള കളിക്കാരുണ്ടെങ്കിലും എല്ലാവരും ഉന്നം വയ്ക്കുന്നത് മെസ്സിയെയാണ്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും വിഷമം പേഴ്സണലി നമുക്ക് എന്തെങ്കിലും തോന്നില്ല? അത് വിഷമമല്ല, നമ്മളിങ്ങനെ ഇപ്പോൾ പോളണ്ടിൻ്റെ കൂടെയുള്ള ലാസ്റ്റ് കളിയിൽ ഒരു പെനാൾട്ടി മിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കളികളെക്കുറിച്ചല്ല പറഞ്ഞത്, ആ മിസ് ചെയ്ത പെനാൾട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ടീം ഒന്നടങ്കം നന്നായിട്ട് കളിക്കുക, അല്ലെ ഒരു മെസ്സിയുടെ തോളിൽ മാത്രമല്ലല്ലോ അർജൻറ്റീന. അപ്പോൾ ടീം ഒരുമിച്ച് കളിക്കുക, ഈ കളി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക, ബാക്കിയുള്ള ടീമുകളെയും പരാജയപ്പെടുത്തി ഫൈനലെത്തുക എന്നുള്ള. ജർമ്മനിയൊക്കെ അല്ലേ നമ്മളിപ്പോൾ ഫൈനൽ അല്ലെങ്കിൽ സെമിയിൽ എന്തായാലും എത്തുമെന്ന് കരുതിയുന്ന ടീമുകളാണ്, അത് കഴിഞ്ഞ ദിവസം പുറത്തായി. അതെ, നമ്മൾ വിചാരിച്ച പല ടീമുകളും, ഇപ്പോൾ ബെൽജിയം ഔട്ടായി, അപ്പോൾ നമ്മൾ വിചാരിച്ച പല 50 ടീമുകളും പുറത്തായി. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ടീമുകൾ പ്രീ ക്വാർട്ടറിൽ വന്നു. അപ്പോൾ ഇനി എങ്ങനെയാവും എന്താവുമെന്ന് അറിയില്ല, കാരണം ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ്. ഈ മലപ്പുറം ഫുട്ബോളിന് വളരെ പ്രശസ്തമാണ്, അല്ലെങ്കിൽ കളി ഭ്രാന്തന്മാരുടെ സ്ഥലമാണ്. ഇപ്പോൾ വരുമ്പോൾ നിറച്ച് ഫ്ലെക്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മക്ബൂൽ വരുന്നത് ഇപ്പോൾ എറണാകുളത്ത് നിന്നാണ്. ആ വരുന്ന വഴി മലപ്പുറം എത്തുമ്പോൾ നമുക്ക് ഒരു പടത്തിൽ കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ മലപ്പുറം എത്തിയപ്പോൾ അതിൻ്റെ ഒരു പ്രതീതി എങ്ങനെയായിരുന്നു? അല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലപ്പുറത്തെത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഖത്തറിലിരുന്ന് കളി കാണുന്നൊരു ഫീലാണ്, ഇവിടുത്തെ ഒരു ആവേശവും ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഞാൻ ഡെയിലി നടക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ നടക്കാൻ പോകുമ്പോൾ എവിടെയെങ്കിലും ചായ കുടിക്കാൻ കയറുമ്പോൾ എത്രയോ പ്രായ ആളുകൾ വരെ അവരുടെ ടീം ജയിക്കുമ്പോഴുള്ള സന്തോഷവും തോക്കുമ്പോഴുള്ള സങ്കടങ്ങളും, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന വേൾഡ് കപ്പിൻ്റെ ചരിത്രം, അതായത് എത്രയോ വർഷങ്ങൾ മുമ്പ് വേൾഡ് കപ്പ് തുടങ്ങിയ കാലം മുതലുള്ള ഓരോ കളികളും അവരിങ്ങനെ എടുത്ത് ഇന്ന കളികളിൽ ഇന്ന സംഭവിച്ചിരുന്നു, ഇന്ന കളി ഇങ്ങനെയായിരുന്നു, ഇന്നൊരു പ്ലെയറിനെ കൊണ്ടുവന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരത്രയും ഭയങ്കര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആവേശത്തോടെ സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ പ്രാവശ്യം വേൾഡ് കപ്പിൻ്റെ സമയത്ത് തിരൂർ വന്നിട്ട് പഠിച്ചു. നമുക്ക് അറിയാത്ത ഒരുപാട് ചരിത്രം ഞാൻ കേട്ടു. തീർച്ചയായിട്ടും നമ്മുടെ കേരള വിഷൻ്റെ ഈ പവലിയനിൽ എത്തിയതിലും വേൾഡ് കപ്പ് അടക്കമുള്ള പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ചതിൽ നമുക്ക് മക്ബൂലിനോട് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ ആകാശവും കടന്ന് എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഒരു നല്ല സോഷ്യൽ മെസ്സേജ് നൽകുന്ന ഒരു നല്ല സിനിമയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വലിയ വിജയമാകട്ടെ സിനിമ. കൂടുതൽ സിനിമകൾ കിട്ടി കേരളത്തിലെ എന്താ പറയുക എല്ലാവരുടെയും ഹൃദയം പിടിച്ചു പറ്റുന്ന ഒരു വലിയ നടനാകട്ടെ എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ തൊട്ട് സ്റ്റേജുകളിലേക്ക് മടങ്ങാം.